അപ്പൊ ഈ വീഡിയോ ആരുടെ കയ്യിലെത്തുമെന്ന് എനിക്കറിയില്ല. ഇനി എത്തിക്കഴിഞ്ഞാല് എന്നെ കൊന്നു കൊല വിളിക്കാതെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. അപ്പൊ ഈ പ്രിയദർശിനി യാത്ര പരമാവധി ഒരുപാട് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അവര് കാരണം മറ്റുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്റെ ഈ വീഡിയോ ഒരുപാട് ഇങ്ങനെ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു കൂസലും ഇല്ലാണ്ട് പോകുന്ന സ്ത്രീകൾക്ക് വളരെയധികം ദേഷ്യം ഉണ്ടാക്കുന്ന എനിക്കറിയാം. ഇനി സ്ത്രീകൾ മൊത്തം എന്നെ വന്ന് പൊങ്കാലിടാനൊന്നും പറയുന്നതല്ല. കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്കുള്ള സൗജന്യ യാത്രയുണ്ട് ഇതേപോലത്തെ ബസ്. അപ്പൊ അതിലും ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ടൂറ് പോകുന്ന പോലെ ആൾക്കാർ പോകുന്നത് നിറച്ചും സ്ത്രീകളാ. പ്രിയദർശിനി സൗജന്യ യാത്രയുടെ KSRTC ബസ് കാണുമ്പം ഇപ്പം എനിക്ക് ഒരു പ്രൈവറ്റ് ബസ്സിൽ സമാധാനത്തോടെ ഇരുന്ന് പോകാനാ തോന്നുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാല് ഈ പ്രിയദർശിനി സൗജന്യ യാത്രയുള്ള ബസ്സുകളിൽ ഇപ്പം ഒരുപാട് സ്ത്രീകള് അത് ദുരുപയോഗം ചെയ്യുന്നത് കണ്ണോണ്ട് കാണുന്നുണ്ട് എല്ലാവരും. എന്റെ ഈ വീഡിയോ കാണുന്ന പല സ്ത്രീകളും അതിലൊരാളാകാം. എല്ലാവരും അങ്ങനെയാന്ന് പറയുന്നില്ല. ഞാൻ താമസിക്കുന്നിടക്കുന്ന ഈ KSRTC ബസ് മാത്രമേ ഉള്ളൂ. മുൻപൊക്കെ രാവിലെ ഒരു 2 ട്രിപ്പ് രാവിലത്തെ പോകുമ്പോ അതിന് നിറച്ചും ആൾക്കാരുണ്ടാവും. സാധാരണ പോലെ ജോലികൾക്കൊക്കെ പോകാൻ വേണ്ടി ആൾക്കാർ നല്ല തിരക്കിലുണ്ടാവും. പക്ഷേ അതിനുശേഷം ഇതിലെ പോകുന്ന ബസ്സുകളിൽ നിറച്ചും സീറ്റാണ്. അതായത് കുറച്ച് ആളുകൾ ഉണ്ടാവും. ഫുള്ള് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് എവിടെയാന്ന് വെച്ചാൽ പോവാം. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? രാവിലത്തെ 2 ട്രിപ്പിന് ശേഷം പിന്നെയുള്ള ഒരുപാട് ട്രിപ്പുകളും വൈകുന്നേരത്തെ ട്രിപ്പിലൊക്കെ നിറച്ചും സ്ത്രീകളാ. ഇച്ചിരി ഒരു കുറച്ച് ആണുങ്ങൾ മാത്രവും ഒരുപാട് സ്ത്രീകളും. പരമാവധി ഇവരിത് ദുരുപയോഗം ചെയ്യുന്നു. ഞാനൊരു സ്ത്രീയാണ്, അതുകൊണ്ട് എന്നെ ആരും ചീത്ത വിളിക്കാനോ ചൂടാകാനോ ഒന്നും വരണ്ട. ഇഷ്ടം പോലെ ആളുകൾക്ക് ഇതൊരു ഉപകാരമാകാം. പക്ഷേ നമ്മളെല്ലാം ഉപകാരത്തിനെ മറികടന്നിട്ട് ഇത് ദുരുപയോഗം ചെയ്യുന്ന ഒട്ടനവധി സ്ത്രീകളുണ്ട്. ഞാനൊരു ദിവസം ഈ ബസ്സിൽ കയറി. പിറകിലൂടെ കയറേണ്ടി വന്ന്. മുന്നിൽ നിറച്ചും തിരക്കാന്ന്. പിറകില് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. പിറകിലെ കയറിയ അവസ്ഥ എന്താ? പിറകില് ആണുങ്ങൾ സാധാരണ ഇരിക്കുന്ന സീറ്റിൽ നിറച്ചും സ്ത്രീകളാ. അതായത് മുന്നിൽ നിന്ന് പിറകിലേക്ക് എല്ലാ സീറ്റിലും സ്ത്രീകൾ ഉണ്ടാവും. വിരലിൽ എണ്ണാവുന്ന ആണുങ്ങൾ മാത്രമേ ഇരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ കയറിയ ബസ്സിൽ പ്രായമുള്ള ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. വളരെ പ്രായമുള്ള ഒരാള്. ആ പുള്ളി കമ്പിയും പിടിച്ച് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുക. ഇഷ്ടം പോലെ ആളുകളും ഉണ്ട് ബസ്സിൽ. അപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് അവർക്ക് ഒരു സീറ്റ് കൊടുക്കേണ്ട ഒരു മര്യാദ കാണിച്ചില്ല. അവര് പൈസ കൊടുത്തിട്ട് യാത്ര ചെയ്യുന്നത്. ആ ഒരു മര്യാദ ഞാൻ കണ്ടില്ല. പ്രായമുള്ള ഒരു അപ്പൂപ്പ ഇങ്ങനെ കുനിഞ്ഞിട്ട് കമ്പി പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അത്രയും ഏജ് ഉണ്ട് ആ പുള്ളിക്ക്. അപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ, ഒരു മനസാക്ഷിയുള്ള ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് അവർക്കൊരു സീറ്റ് കൊടുത്തില്ല. ഒരു മനസാക്ഷിയുള്ള ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് അവർക്കൊരു സീറ്റ് കൊടുത്തില്ല. അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ഒരു മനുഷ്യത്വത്തിന് ഇങ്ങനെ ഭയങ്കര വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പിറകിലോട്ടെത്തി. ഞാൻ ഇങ്ങനെ നിന്ന് നോക്കാം. നിറച്ചും സ്ത്രീകള്. 5 6 ആണുങ്ങൾ, ബാക്കി നിറച്ചും. ഇത് ഇങ്ങനെ ടൂറ് പോകുന്ന പോലെ പോവാ. രാവിലെ വീട്ടിൽ നിന്ന് പണിയെല്ലാം ഒരുങ്ങിയിട്ട് അങ്ങ് ഇറങ്ങും. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു. ഇവരിങ്ങനെ ടൂറ് പോകും പോലെ. കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുമ്പോൾ 5 ടിക്കറ്റ് ഒക്കെയാണ് ഈ 0 വെച്ചിട്ട് കൊടുക്കുന്നത്. 5 6 ഒക്കെ അങ്ങനെ കൊടുക്കുന്നത്. അതായത് പരമാവധി ഇങ്ങനെ യൂസ് ചെയ്യാൻ. കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്കുള്ള സൗജന്യ യാത്രയുണ്ട് ഇതേപോലത്തെ ബസ്. അപ്പൊ അതിലും ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ടൂറ് പോകുന്ന പോലെ ആൾക്കാർ പോകുന്നത് നിറച്ചും സ്ത്രീകളാ. പിറകില് ആണുങ്ങൾക്ക് ഇരിക്കാൻ സീറ്റില്ല. പൈസ കൊടുത്ത് കയറുന്ന ആണുങ്ങൾക്ക് ഇരിക്കാൻ സീറ്റില്ല. പ്രായമായവർക്ക് ഇരിക്കാൻ സീറ്റില്ല. പ്രായമായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വരെ സീറ്റില്ല. നിറച്ചും ഇങ്ങനെ. ഞാൻ ഇതൊരു കുറ്റമായിട്ടോ ഇനി സ്ത്രീകൾ മൊത്തം എന്നെ വന്ന് പൊങ്കാലിടാനോ ഒന്നും പറയുന്നതല്ല. കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതേ സ്ഥാനത്ത് ഇപ്പൊ നിങ്ങളാ പ്രായമായ അച്ഛനും അമ്മേനെയൊക്കെ കൂട്ടിയിട്ടാണ് ഈ ബസ്സിൽ ഇങ്ങനെ കയറി തൂങ്ങി പിടിച്ച് നിൽക്കേണ്ട പോകേണ്ട ഒരു അവസ്ഥ. അവർക്ക് അവകാശപ്പെട്ട സീറ്റിൽ ഒരു സൗജന്യ യാത്രയും കൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഇരുന്നിട്ട് പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ പ്രിയദർശിനി സൗജന്യ യാത്ര അങ്ങ് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ചെറിയൊരു പൈസ എല്ലാ സ്ത്രീകളുടെ അടുത്തുനിന്ന് മേടിക്കുക. ഒരു 10 രൂപയെങ്കിലും മേടിക്കുക. 10 രൂപയെങ്കിലും എല്ലാ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് മേടിക്കുക. ചുരുങ്ങിയൊരു പൈസ ഈ സർക്കാർ കണ്ടുപിടിച്ച് ഒരു ചെറിയൊരു പൈസ സ്ത്രീകളെ കയ്യിൽ നിന്ന് മേടിക്കണം. സൗജന്യമായിട്ട് ഇങ്ങനെ കൊടുത്തു പോകുമ്പോൾ അത് ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് സർക്കാരിനും ബുദ്ധിമുട്ടാണ്, ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്ക് സൗജന്യം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പ്രായമായവർക്കും അസുഖം കൊണ്ട് ബസ്സിൽ കയറുന്നവരുണ്ടാവും. നടുവേദനയും കാലുവേദനയും കൊണ്ട് ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നുണ്ടാവും. ഇവർക്കൊക്കെ ഇത് ഭയങ്കര ഉപദ്രവമാണ്. ഒരു കൂസലും ഇല്ലാണ്ടെന്ന് തന്നെ പറയും. ഒരു കൂസലും ഇല്ലാണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഒരു 5 6 ഒരു ഫാമിലി മൊത്തം അങ്ങ് ഇറങ്ങിയിട്ട് സൗജന്യ യാത്രയിൽ ഇങ്ങനെ പരമാവധി യൂസ് ചെയ്യുന്നു. അതെല്ലാരും ഒന്നങ്ങ് മനസ്സിലാക്കുക. ഞാൻ പ്രത്യേകം പറയുന്നു, ഞാനും ഒരു സ്ത്രീയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഇത് സ്ത്രീകൾക്ക് സൗജന്യം ശരിയാണ്.
ഒരു ഉദാഹരണത്തിന് ചെറിയ ശമ്പളത്തിന് ടൗണിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 10,000 ചെറിയ ശമ്പളമായിരിക്കും. അതിൽ നിന്ന് ഇവർക്കൊരു ബസ്സിന്റെയും മന്ത്ലി ഉള്ള ഒരു ചെലവ് ഇങ്ങനെയുള്ള ഇതിൽ ഇവർക്ക് ഉപകാരപ്പെടും. പക്ഷേ അത് അവർക്ക് ഉപകാരമാണ്. ഇങ്ങനെ ഞാൻ അവരുദ്ദേശിച്ചല്ല പറഞ്ഞത്. അല്ലാത്ത രീതിയിൽ ഈ ബസ് കയറിയിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ആക്കി വെക്കുന്ന, മറ്റുള്ളവർക്ക് ഒരു സീറ്റിന്, പക്ഷെ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള സൗജന്യം ഉപയോഗിക്കുന്നവര് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നില്ല. അവരെ കാര്യത്തെ പറ്റി മാത്രമേ ചിന്തിക്കുന്നത്. എന്റെ ഈ വീഡിയോ ഒരുപാട് ഇങ്ങനെ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു കൂസലും ഇല്ലാണ്ട് പോകുന്ന സ്ത്രീകൾക്ക് വളരെയധികം ദേഷ്യം ഉണ്ടാക്കുന്ന എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആലോചിക്കൂ. ആ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ, നിങ്ങൾ ഈ വയ്യാണ്ടൊന്ന് ബസ്സിൽ കയറി ഇത്രയും കുത്തി നിറച്ചുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു സീറ്റില്ല. അത് നിങ്ങൾക്ക് കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് പോകേണ്ടെന്ന് ഇരിക്കും, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിൽ പോകണ്ടേ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എത്ര മണിക്കൂർ നിങ്ങൾ നിൽക്കണം? ആ സ്ഥാനത്ത് ആ സ്ഥാനത്ത് പ്രായമുള്ള ആൾക്കാരൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വയ്യാതെ നിൽക്കുന്ന ആൾക്കാരെ ചിന്തിച്ചു നോക്കൂ. അതിനൊക്കെ എന്ത് പ്രതിവിധിയാ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞതാ. അപ്പൊ സർക്കാർ ഇത് സൗജന്യമായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായം. ചെറിയൊരു പൈസ സ്ത്രീകളിൽ നിന്ന് ഈടാക്കണം. ഒരു 10 രൂപയെങ്കിലും മേടിച്ചേ പറ്റുള്ളൂ. അല്ലാണ്ടെന്നാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ആദ്യമൊക്കെ ഞാനും ചിന്തിച്ചു, സൗജന്യ യാത്രയാണല്ലോ, പരമാവധി യൂസ് ചെയ്യുന്ന ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ തന്നെയാണ് ഇപ്പൊ ഇത് മാറ്റി പറയുന്നത്. കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളും മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ സൗജന്യമായിട്ട് കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് ഒരു 10 രൂപയെങ്കിലും, എന്റെ ഒരു അഭിപ്രായം പറയാണ്, ഒരു 10 രൂപയെങ്കിലും വാങ്ങുക. വിദ്യാർത്ഥികൾക്കും പ്രായമായ എല്ലാവർക്കും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ സൗജന്യ യാത്ര കൊടുക്കുക. അത് വലിയൊരു ഉപകാരമാവും അവർക്കൊക്കെ. അപ്പൊ ഈ പ്രിയദർശിനി യാത്ര പരമാവധി ഒരുപാട് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അവര് കാരണം മറ്റുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ണോണ്ട് കാണുമ്പോൾ ഭയങ്കര മനസ്സിന് വിഷമുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ ആരുടെ കയ്യിലെത്തുമെന്ന് എനിക്കറിയില്ല. ഇനി എത്തിക്കഴിഞ്ഞാൽ എന്നെ കൊല വിളിക്കാതെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. ആ സ്ഥാനത്ത് നിങ്ങളെ കുടുംബത്തിലെ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വയ്യാണ്ടായിട്ട് ഇങ്ങനെ കമ്പിയിൽ തൂങ്ങി പിടിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ, അതിലൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്കും മാറി ചിന്തിക്കാൻ പറ്റും.